പ്രിയൻ, ഈ നടി വിൻസി അലോഷ്യസ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരുപാട് കേസുകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്, പല വിവാദങ്ങളിലും അദ്ദേഹം പെട്ടിട്ടുണ്ട്. എന്താണ് ഇതിൽ സംഭവിച്ചത്? വിൻസി അലൂഷ്യസ് ഒരു പരാതിയുമായിട്ടാണ് രംഗത്തെത്തിയത്. അതായത് നടൻ മോശമായി പെരുമാറി എന്നുള്ളതാണ്. അത് ഒരു സിനിമയുടെ സെറ്റ്, സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ ദുരനുഭവം ഉണ്ടായതെന്ന് ഈ നടി പറയുന്നുണ്ട്. അപ്പോൾ ഒരു അതിക്രമമായിട്ടല്ല, മോശം പെരുമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു ലൈംഗികാതിക്രമത്തിലേക്കൊന്നും കടന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ നടിയുടെ പേര് പറയുന്നത്, അല്ലെങ്കിൽ സംഭവം എന്താണെന്ന് പറയുന്നത്. അവർ ഉന്നയിച്ച ആരോപണം വാർത്തയിൽ സ്വാഭാവികമായിട്ടും ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മോശം പെരുമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെയാണ് അവരിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പരാതി ഫിലിം ചേംബറിന് നൽകിയിട്ടുണ്ട്, അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്, ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. ഈ സിനിമയുടെ സെറ്റിൽ ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടോ എന്നുള്ള ഒരു സംശയവും കൂടി ഇപ്പോൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ ഉയരുന്നുണ്ട്. കാരണം എല്ലാ സിനിമയുടെ സെറ്റിലും ഇത്തരത്തിൽ സ്ത്രീകളുടെ ഭാഗത്ത് അവർക്കൊരു ദുരനുഭവം ഉണ്ടാവാതിരിക്കാനും, ഉണ്ടായാൽ തന്നെ അതിന് പ്രശ്നത്തിനെ ഗൗരവമായി കാണാനും വേണ്ട നിയമ നടപടി സ്വീകരിക്കാനും ഒക്കെ ആയിട്ട് ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. അത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇതിൽ സംശയമാണ്. ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്നാണ് ഈ നടി പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ സൂത്രവാക്യ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നടൻ മോശമായി പെരുമാറിയെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത്. അല്ല, ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു അത്ഭുതത്തിൻ്റെ കാര്യമില്ല. കാരണം നമ്മൾ ഇന്റർവ്യൂവിൽ പോലും കണ്ടിട്ടുണ്ട്. കാരണം വരുന്നത് തന്നെ പുള്ളി പറയുന്നത് എന്താണെന്ന് പുള്ളിക്കും അറിയില്ല, എന്താണെന്ന് പോലും അറിയില്ല. എനിക്കറിയില്ല ഇപ്പോഴത്തെ ഈ പുതിയ സിനിമാ നടന്മാരുടെയൊക്കെ ഒരു രീതികൾ ഏത് തരത്തിലാണെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പം നിർമ്മാതാക്കൾ തന്നെ ഈ പുതിയ ന്യൂജനെ വെച്ച് സിനിമ ചെയ്യുമ്പം മൂഡ് സിംഗ് എന്നൊക്കെ അതിന് പറയുന്നത്. ഈ ശ്രീനാഥ് ഭാസി ഒരിക്കൽ പാളയത്ത് വന്നു, ഞങ്ങളവിടെ ഒരു കടയിൽ തട്ടുകടയിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വന്നത്. അവിടെ ഒരു സിനിമയുടെ സെറ്റിൽ ഒന്ന് വന്നതാണ്. അവിടെ കഴിക്കാനായിട്ട് കുറേയേറെ സാധനങ്ങൾ ഓർഡർ ചെയ്തു, ചിക്കനും ബീഫും ഒക്കെ ഓർഡർ ചെയ്തു. എല്ലാം കൊണ്ടുവച്ചിട്ട് ഒരു ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഒറ്റ എഴുന്നേറ്റ് പോവുകയാണ്. പോകുമ്പോഴത്തേക്ക് എല്ലാവരും കുടയൊക്കെ ആയിട്ട് ആൾക്കാർ കൂടെ ഓടുന്നു, ഒരു 5-6 പേര് കൂടെ ഓടുന്നു. അപ്പോൾ ആരോ അവിടെ നിന്നിട്ട് പറയുന്നു, ആ പുള്ളിക്ക് മൂഡ് സിംഗ് ആയി, ഇനി 2 ദിവസത്തേക്ക് നോക്കണ്ട എന്ന് പറയും. മൂഡ് സിംഗ് ആയി. അപ്പോൾ ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് മാത്രമാണ് എടുത്തത്. അപ്പോൾ അത് ആ കൊണ്ടുവന്ന വെയിറ്റർ ഇതിന് എന്ത് ചെയ്യണം സാറെന്നൊക്കെ അവിടെ ചോദിക്കുമ്പോൾ അത് കളഞ്ഞേക്കൂ എന്ന് പറയുന്നു. ഇവർക്കൊന്നും ഈ ആഹാരത്തിൻ്റെ വിലയോ ഒന്നും അറിയില്ല. എന്നിട്ട് മൂഡ് സിംഗ് ആണ്. എന്നിട്ട് ഇപ്പം സിനിമാക്കാർ ചെയ്യുന്നൊരു പുതിയ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു പുതിയ ന്യൂജൻ നടനെ വെച്ചൊരു സിനിമ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ന്യൂജനെ വെച്ചിട്ടുള്ള ഇന്നത്തെ ഷോട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഉച്ചവരെ ഇയാളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് മൂഡ് സിംഗ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വേറെ ചില മറ്റ് നടീനടന്മാരെ വെച്ചിട്ടുള്ള അതും കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. കാരണം അല്ലെങ്കിൽ അന്ന് ഷൂട്ട് മുടങ്ങും. കാരണം ഷൈൻ ടോം ചാക്കോ അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസി, ഷൈൻ നിഗം ഇങ്ങനെയൊക്കെയുള്ള നടന്മാർ ഏത് സമയത്താണ് മൂഡ് സിംഗ് ആവുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ 3 ദിവസത്തേക്ക് ഇവരെ കിട്ടത്തില്ല. പിന്നെ പോയി ഹോട്ടൽ റൂമിൽ പോകും, പിന്നെ ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല, എടുക്കില്ല. എന്ത് മനുഷ്യന്മാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഷൈൻ നിഗത്തിൻ്റെ കാര്യത്തിനകത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതുപോലെ എനിക്ക് അഭിനയം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബൈക്കെടുത്ത് പോയി കളയുക, ഒരു ഷോട്ട് എടുക്കുകയാണ്, വണ്ടി ഓടിച്ചു വന്ന് നിർത്തണം, അതൊരു പകരം വണ്ടി ഓടിച്ചങ്ങ് പോവുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആ സിനിമയെ ബാധിക്കും. സിനിമയിൽ കാരണം ആയിരക്കണക്കിന് ആൾക്കാർ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ്. പ്രേം നസീറിൻ്റെ ഒക്കെ കാലത്ത് നമ്മൾ വായിച്ചിട്ട് അറിഞ്ഞതാണ്. പ്രേം നസീർ ഈ ഒരു സിനിമ പരാജയപ്പെട്ടാൽ ആ നിർമ്മാതാവിന് അടുത്ത പടം ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കും. അതുപോലെ ഒരിക്കൽ ഒരു ദൂരെ ഏതോ സ്ഥലത്താണ് പ്രേം നസീർ താമസിക്കുന്നത്. അപ്പോൾ ഒരു വലിയ മലഞ്ചെരുവിലായിരുന്നു ഷൂട്ട് വെച്ചിരുന്നത്. അപ്പോൾ രാവിലെ 5 മണിക്ക് എങ്ങാണ്ട് എന്തോ എടുക്കണം, ഫസ്റ്റ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഷോട്ട് എടുക്കണം. അപ്പോൾ പെട്ടെന്ന് രാവിലെ പ്രേം നസീറിന് വിട്ട ടാക്സി കേടായി. അപ്പം ഇതിൻ്റെ ആർട്ടിൻ്റെ കുറേ തടികളും മറ്റും കൊണ്ടുവരുന്ന ലോറിയുണ്ട്. അപ്പോൾ ആ ലോറി ഈ സമയത്ത് പുറകിൽ വരികയായിരുന്നു. അപ്പോൾ പ്രേം നസീർ ആ ലോറിക്കകത്ത് കയറി ആ സെറ്റിലെത്തി. ഇപ്പോഴത്തെ നടന്മാരെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, ക്യാരവാനില്ലാതെ പുറത്തിറങ്ങത്തില്ല. അപ്പോൾ അതിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത്. അതുപോലെ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും കൃത്യസമയത്ത് സെറ്റിലെത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പുതിയ തലമുറ ഇതാണ്, ഒരു 1-2 പടത്തിൽ പേരായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൂഡ് സിംഗ് ആണ്, പിന്നെ ഇതാണ്, പിന്നെ അവരെ പുറകെ നിർമ്മാതാക്കൾ ഇങ്ങനെ നടക്കുകയാണ്. എന്തൊരു ഗതികെട്ട അവസ്ഥയെന്നാണ്. അത് സിനിമ എന്ന് പറയുന്ന ഒരു കലയുടെ അതിന്റെ പാരമ്പര്യം അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ പണ്ടത്തെ നടന്മാർക്ക് വലിയ ലാളിത്യം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ഇപ്പൊ ഈ പ്രേം നസീറിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. അതായത് പ്രേം നസീർ ഒരു സിനിമാ സെറ്റിൽ വെച്ചിട്ട് വിലങ്ങണിയിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പോൾ
വിലങ്ങണിയിച്ചു. വിലങ്ങണിയിച്ച് ഇത് ലോക്ക് ചെയ്ത ആള് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ആരും മറ്റെന്തോ ആവശ്യത്തിന് എങ്ങോട്ടോ കാർ കയറി ഇങ്ങ് പോയി. ഈ ഷോട്ടെല്ലാം കഴിഞ്ഞു, ഈ വിലങ്ങായിട്ട് പ്രേംനസീർ ഇരിക്കുക, അഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രേംനസീർ എന്ത് ചെയ്യുന്ന ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കാർ കയറി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇയാളെ തിരിച്ചു വന്നു, പ്രൊഡക്ഷൻ കൺട്രോളർ സെറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ഇതിന്റെ കാര്യം പോക്കാം, കാരണം പ്രേംനസീറിനെയാണ് നീ പൂട്ടിയിട്ടേക്കുന്നത്, നേരെ വീട്ടിൽ പൊക്കോളാം പറഞ്ഞു. ഇയാൾ പേടിച്ച് വരണ്ട് കാറി കയറി നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിന്റെ ഉമ്മറത്ത് കയ്യിൽ വിലങ്ങുമായിട്ട് പ്രേംനസീർ ഇരിക്കുക. ചെന്ന് ക്ഷമിക്കണം സാറിനൊക്കെ പറഞ്ഞ് തുറന്നെടുത്തപ്പോൾ പ്രേംനസീർ ഇയാളെ ആലിംഗനം ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, എത്രയോ വർഷങ്ങളായി എനിക്ക് ആരെങ്കിലും ആഹാരം വാരി തന്നിട്ട് ഇന്ന് എനിക്ക് എൻ്റെ ഭാര്യ ഭക്ഷണം വാരി. അത്രയും ലാളിത്യത്തോടു കൂടി ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന. അതുപോലെ സത്യൻ മാഷിനെ കുറിച്ചും അങ്ങനെ കേട്ടിട്ടുണ്ട്. കണ്ണും കരളും എന്ന സിനിമ കമലഹാസൻ ആദ്യമായിട്ട് ബാലതാരമായിട്ട് അഭിനയിക്കുന്ന സിനിമയില്ല. അത് ഈ സത്യൻ മാഷാണ് അതിൽ നായക കഥാപാത്രം ചെയ്തത്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി വരെ ഷൂട്ട് നീളുമ്പോൾ കമലഹാസന് രാത്രി ഈ സത്യൻ മാഷ് വീട്ടിൽ ഉറങ്ങുമായിരിക്കും, വീടിൻ്റെ അടുത്ത് കാറെത്തുമ്പോൾ ഉറങ്ങുമായിരിക്കും. സത്യൻ മാഷ് ഇങ്ങനെ തോളിൽ കൊണ്ടുവന്ന് വീട്ടിനകത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ കമലഹാസൻ്റെ അമ്മ വിചാരിച്ചിരിക്കുന്നത് ഡ്രൈവറാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം അത്ര ലളിതമായ രീതിയിലാണ് വരുന്നത്. വന്ന് അവസാനം കമലഹാസനെ കൊണ്ടുവന്ന് മുറിയിൽ കിടത്തിയിട്ട് അയാൾ തിരിച്ചു പോകും. ഇങ്ങനെ 10 ദിവസം ആവർത്തിച്ചു. 11ാമത്തെ ദിവസമാണ് കമലഹാസൻ പകൽ അമ്മയോട് പറയുന്നത് സത്യൻ മാഷാണ് ഈ വന്നതെന്ന്. ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും നടന്മാരങ്ങനെ ചെയ്യുമോ? അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ അതിൻ്റെ വില മനസ്സിലാക്കുന്നില്ല. ഒന്നോ രണ്ടോ ഒരു മാഫിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയുടെ ആയാലും ഈ പറയുന്ന ഷെയ്ൻ നിഗത്തിന്റെ ആയാലും ഈ പറയുന്ന ശ്രീനാഥ് ഭാസിയുടെ ഒക്കെ, ഷെയ്ൻ നിഗം എനിക്ക് തോന്നുന്നു ഒരുപാട് ഒതുങ്ങി ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വലിയ തിരിച്ചടി കിട്ടിയതോടുകൂടി ഒരുപാട് ഒതുങ്ങി. പക്ഷേ ഈ ഷൈൻ ടോം ചാക്കോ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളൊരു വയലന്റായ ഒരു കഥാപാത്രമായി ജീവിതത്തിൽ തന്നെ മാറുന്നു. ഈ പറയുന്ന വില്ലന്റെ സ്വഭാവത്തിലേക്ക് അങ്ങനെ തന്നെ നിൽക്കുന്നു. ലഹരി ഉപയോഗം. ഇന്നലെ ഹോട്ടലിൽ റെയ്ഡ് നടത്തുമ്പോൾ ഡാൻസ് ഓഫ് ടീമാണ് നടത്തുന്ന വാർത്തയുണ്ട്. ഡാൻസ് ഓഫ് ടീം റെയ്ഡ് നടത്തുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി. കൊച്ചിയിലാണ് സംഭവം. അപ്പൊ ഇങ്ങനെ ഇറങ്ങി ഓടുക, അവിടുന്ന് ലഹരിയൊന്നും കണ്ടെത്തിയില്ല. ചിലപ്പോൾ കയ്യിലായിരുന്നു അല്ലെങ്കിൽ വേറെ എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ഇവരെന്തുകൊണ്ടാണ് കലാപ്രവർത്തകരായ ആൾക്കാർ, കലാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ വെറും കല മാത്രമല്ലല്ലോ, അതിൽ രാഷ്ട്രീയമുണ്ട്, സാമൂഹികമായ കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഇത്രയും മൂല്യവത്തായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ അധപ്പതിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ദിലീപിന്റെ കേസ് തന്നെ അറിയാം, 8ാം പ്രതിയാണ്. ഒരു രാജ്യത്തെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗ കേസാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ അതിന്റെ വിധി ഉടനെ വരും, വിചാരണ പൂർത്തിയാവുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് കലാകാരന്മാർ. വർണ്ണങ്ങളുടെ കലാശാലയാണ് സിനിമ. സിനിമ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് സിനിമ ഉണ്ടാക്കിയതിന് വേണ്ടിയാണ് ജനങ്ങൾക്ക് ഒരു വിനോദ ഉപാധി എന്ന രീതിയിൽ കാണാനും ആസ്വദിക്കാനും വേണ്ടിയാണ്. അതിൽ അഭിനയിക്കുന്ന ആളുകളെ ജനങ്ങൾ അവരുടെ സ്വന്തം പ്രതിരൂപമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യമുള്ള ആളുകൾ വരികയും അതിനെ മലീമസമാക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അതുമാത്രമല്ല, ഓരോരുത്തരും ഈ വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഇനി നാളെയും തനിക്ക് ജീവിക്കണം എന്ന ചിന്തയോടുകൂടിയാണ്. ഒരു പ്രൊഡ്യൂസർ വന്നാൽ അയാൾ ഈ പടം വിജയിച്ചാൽ മാത്രമേ അയാൾ അടുത്ത സിനിമ ഇറക്കൂ. പക്ഷെ അതൊന്നും ചിന്തിക്കുന്നില്ല. ഇവർക്ക് പൈസ കിട്ടണം, മൂഡ് സിംഗ് ആവണം, കറങ്ങണം, ലഹരി ഉപയോഗിക്കണം, സ്ത്രീകളെ കിട്ടണം, ഇങ്ങനെ ഉള്ള ചിന്താഗതിയുമായി സിനിമാ ലോകത്തേക്ക് ഇറങ്ങുന്നവരാണ് ഇപ്പോൾ ന്യൂജനിൽ ഭൂരിഭാഗവും ഉള്ളത്. എന്തായാലും വിൻസിയുടെ പരാതി വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് ഒരു നിസ്സാര കാര്യമല്ല, ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുക, അത് പ്രത്യേകിച്ച് ഒരു സിനിമാ ലൊക്കേഷനിൽ സിനിമ വളരെ സുരക്ഷിതമായ ഒരു ഇടമാക്കി മാറ്റാനായിട്ട് ഒരുപറ്റം ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് നേരെ വിപരീതമായിട്ടുള്ള ചില പ്രവർത്തനത്തിലേക്ക് നടന്മാർ മാറുകയാണെങ്കിൽ, അത് എന്തോ ഡ്രസ്സിൻ്റെ കാര്യം ശരിയാക്കാൻ പോകാൻ വിൻസി ജയിക്കുമ്പോൾ ഞാൻ ശരിയാക്കി തരാം, ഞാൻ സഹായിക്കാം എന്നൊക്കെ പറയുന്ന ഡയലോഗുകൾ പറഞ്ഞു എന്നാണ് വാർത്തയിലുള്ളത്. നമ്മൾ ഈ ഓൺലൈൻ മീഡിയയിൽ ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ അല്ലല്ലോ ഒരാളുടെ സാമാന്യമായിട്ട് പെരുമാറേണ്ട. അതും തനി ഗുണ്ടാ സ്വഭാവങ്ങളും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ നടന്മാരുടെയൊക്കെ. വിനായകന്റെ കാര്യം നമ്മൾ കണ്ടതാണ്. വീഡിയോ വളരെ മോശമായ ഒരു വീഡിയോ ആണ് വൈറലായതും ഇതെല്ലാം. അല്ല, വിനായകന്റെ മറ്റൊരു കാര്യം ചിന്തിച്ചാൽ അയാളുടെ ജീവിത സാഹചര്യങ്ങൾ കുറേയൊക്കെ അയാളെ അങ്ങനെ ആക്കിയിട്ടുണ്ടാവും. അയാളുടെ ഇത്തരത്തിലുള്ള അസഭ്യ പ്രയോഗങ്ങളും അതൊക്കെ അയാളുടെ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യവും അയാളുടെ ദാരിദ്ര്യവുമൊക്കെ കുറേ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലൊന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. വിനായകൻ നമ്മൾ ന്യായീകരിക്കുകയല്ല, എന്നാൽ പോലും ചില സാഹചര്യങ്ങൾ അയാളെ അങ്ങനെ ആക്കിയിട്ടുണ്ടാവാം. പക്ഷേ
അതുപോലെ അല്ല ഇത് ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും. പക്ഷേ ഈ വിനായകന്റെ പേരൊന്നും ഇത്തരം ലഹരി ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗുകളോ ഇല്ലെങ്കിൽ കഞ്ചാവ് അതുപോലുള്ള ഒരു കാര്യത്തിൽ നിന്നും കേട്ടില്ല. മാക്സിമം ഉണ്ടായിട്ടുള്ള മറ്റേ മദ്യപിച്ചങ്ങാണ്ട് പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഈ ഫ്ലാറ്റിൽ വിവസ്ത്രനായി നിന്നു അങ്ങനെയൊക്കെ ഉണ്ടായ. അതാ ഞാൻ പറഞ്ഞു, അത് അയാൾ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യം അതൊക്കെ ആവാം. അതെ അതെ. എന്തായാലും ഇതില് വിൻസിയുടെ പരാതിയിൽ ഒരു ശക്തമായ നടപടി ഉണ്ടാവും, സജി നന്ദയായിട്ട് അടക്കം പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.